Hello everyone, welcome back again to my channel. Welcome to Easy Foods. ഇന്നൊരു ട്രഡീഷണൽ മീൻ കറി ഉണ്ടാക്കാം. തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള ഒരു തനി നാടൻ മീൻ കറി, മലബാർ മീൻ കറി. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫേവറേറ്റ് കറി കൂടിയാണിത്. മഞ്ഞക്കറി എന്നാണ് ഇതിന് പറയാറ്. മിക്ക പേർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും, എന്നാലും ഓരോരുത്തർ ഉണ്ടാക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടെ പ്രസ് ചെയ്യണം. വീഡിയോയിലേക്ക് പോവാം. ഒരു മൺചട്ടി ചൂടാക്കി 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 സ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് മൂപ്പിച്ച് കൊടുക്കാം. ആവശ്യമായ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 10 ചെറിയുള്ളിയും ഒരു 5ഓളം വെളുത്തുള്ളി അല്ലിയും, വലിയ അല്ലിയാണ്, അത് ചതച്ച് കൊടുക്കുക. അരച്ചെടുക്കരുത്, ചതച്ചെടുത്താൽ മാത്രം മതി. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു തക്കാളി വലിയ കഷ്ണങ്ങളായിട്ട് 4ആയിട്ട് മുറിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് 4 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു 1/2 സ്പൂൺ മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതൽ വേണ്ടത്, കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ പെട്ടെന്ന് മൺചട്ടിയല്ലേ, പെട്ടെന്ന് ചൂടാവും. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നമ്മൾ ഒരു നാരങ്ങ വലിപ്പത്തിൽ വാളംപുളി കുതിർത്തി വെച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരല്പം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മസാല കരിഞ്ഞു പോവാതെ മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പുളിവെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 കപ്പ് വെള്ളത്തിലാണ് പുളി കുതിരാൻ വെച്ചിരുന്നത്. പുളിവെള്ളം ഒഴിച്ചിട്ട് ആവശ്യമായ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. മസാലയും തക്കാളിയും പച്ചമുളകും കൂടെ ഒന്ന് ചേർന്ന് വേവേണ്ട ടൈം മതി. ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മസാല നമ്മൾ ആദ്യം നന്നായിട്ട് മൂപ്പിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ മീനിട്ട് കൊടുക്കാം. ഞാനിവിടെ അടവ് എന്നുള്ളൊരു മീനാണ് എടുത്തിട്ടുള്ളത്. 6 മീനുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ടിട്ട് മീനൊന്ന് വേവിച്ചെടുക്കാം. മീൻകറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മൺചട്ടി തന്നെ ഉപയോഗിക്കുക. അതുപോലെ തനി നാടൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. മീനിൻ്റെ ഏത് വിഭവത്തിലായാലും ഇഷ്ടം പോലെ കറിവേപ്പില ഉപയോഗിക്കുക. ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് സ്റ്റീൽ പാത്രത്തിലോ നോൺ സ്റ്റിക്ക് പാത്രത്തിലോ ഒന്നും മീൻ കറി ഉണ്ടാക്കരുത്. മീനിട്ടിട്ട് കറിയൊക്കെ ഇപ്പം നല്ലോണം തിളച്ചു. മീനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് അരച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങയും അതിലേക്ക് 1/2 സ്പൂൺ വലിയ ജീരകവും 4 ചെറിയുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മീൻ കറിയിലേക്ക് ഒഴിക്കാം. തേങ്ങ അരച്ചൊഴിച്ചതിന് ശേഷം പിന്നെ സ്പൂണോ തവിയോ ഒന്നും മീൻ കറിയിലേക്ക് ഇടരുത്. മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോവും. എല്ലാ വശവും ഒന്ന് നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കാരണം മൺചട്ടിയാണ്, നല്ല ചൂടായിരിക്കും. അപ്പോൾ ഇരുന്നിട്ട് തന്നെ കുറച്ച് സമയം ഒന്ന് തിളക്കും. മാത്രമല്ല ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങൻ്റെ വേവും മാറിപ്പോവും. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് തിളവന്ന് തുടങ്ങിയ ഉടനെ സ്റ്റവ് ഓഫ് ചെയ്യുക. പിന്നെ ഇരുന്നിട്ടുള്ള ഒരു വേവ് മാത്രം മതി. അപ്പോൾ ഈ രീതി ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല ടേസ്റ്റുള്ള മീൻകറിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാടൻ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രുചിയാണ്. ഇന്നത്തെ ട്രഡീഷണൽ മീൻകറിയുടെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇൻഷാ അല്ലാഹ് മറ്റൊരു ഈസി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.